ഹലോ, സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് നത്തോലി ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഫ്രൈ ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എനിക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള നത്തോലിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ കഴുകിയിട്ട് തലയോ മറ്റ് മുള്ള ഭാഗങ്ങളോ ഒന്നും കളയുന്നില്ല, വേസ്റ്റ് ഒന്നും കളയുന്നില്ല. ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് മുള്ള പോലും കടിക്കാൻ പോലും ഉണ്ടാവില്ല. നല്ല മൊരിഞ്ഞ് ഫ്രൈ ആയി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിലുള്ള വേസ്റ്റൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. എന്നിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ മീൻ എത്രയാണ് ഉള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 സ്പൂണോളം മുളക് പൊടി ഞാൻ ഇത്രയും മീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റെങ്കിലും വെക്കണം, എങ്കിലും ഉപ്പുമുളകൊക്കെ പിടിക്കുള്ളൂ. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില തണ്ടോട് കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മീൻ ഇതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എന്നിട്ടൊന്ന് നിരത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്നായിട്ടൊന്നും ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയി മൊരിഞ്ഞ് വന്നോളും. ചെറിയ മീനായത് കൊണ്ട് തന്നെ നല്ലോണം ഫ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ നമുക്കിതൊന്ന് നിരത്തി കൊടുക്കാം. ഇത് നമുക്ക് എണ്ണയൊക്കെ കുറവാണെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അടിഭാഗം മുരിഞ്ഞ് വന്ന ശേഷം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ പെട്ടെന്ന് പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നത്തോലി ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഈസിയാണ്. അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ കഴിക്കാൻ പോലും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.